Good morning. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നിങ്ങൾ നോക്കിയായിരുന്നോ ഫോണില്? നമ്മൾ പറഞ്ഞത് വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, പിന്നെ നെക്സ്റ്റ് നമ്മൾ പവർ പോയിന്റ് ആണ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയ പവർ പോയിന്റ്. വേർഡും പവർ പോയിന്റും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. അപ്പൊ അതിനകത്ത് പവർ പോയിന്റില് നമ്മൾ ലാസ്റ്റ് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ അല്ലെ, അതല്ലേ പറഞ്ഞത്. എവിടേക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക? ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് പല കാര്യങ്ങള് പ്രസന്റ് ചെയ്യാനായിട്ട് അല്ലെ, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനകത്ത് ഒരു വിഷ്വൽ എയ്ഡ് ആയിട്ട് അല്ലെ ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ആനിമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കത് പല കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഈ പ്രസന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മൾ ആപ്ലിക്കബിലിറ്റി പറഞ്ഞത് ഏതിനൊക്കെയാ? ക്ലിനിക്കൽ പ്രസന്റേഷൻ, ചികിത്സാ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും അവതരണത്തിന്, മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ അല്ലെ, ഭരണപരമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങള് അത് പ്രസന്റ് ചെയ്യാൻ, അത് കൈകാര്യം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് മൂന്നാമത്തത് വിഷ്വൽ എയ്ഡ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഇവന്റ്സ്. വിഷ്വൽ എയ്ഡ് ആയിട്ട് നമുക്ക് കോൺഫറൻസുകള് മറ്റുള്ള സംഭവങ്ങൾക്ക് ഇതിനൊക്കെ ഒരു വിഷ്വൽ ടൂൾ ആയിട്ട്, വിഷ്വൽ എയ്ഡ് ആയിട്ടും ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കും. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഇൻ ഷോർട്ട്, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ദ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ മൾട്ടി ഫാസിറ്റഡ് എന്ന് വെച്ചാൽ പല ബഹുമുഖമായ ഒരു ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെ, പല കാര്യങ്ങളും പ്രസന്റ് ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. അതാണ് മൾട്ടി ഫാസിറ്റേറ്റഡ് എന്ന് പറയുന്നത്. ടൂൾ വിച്ച് ഇൻ ഹോസ്പിറ്റൽ ഫോർ, എവിടേക്കാണ് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നത്? പല എന്താ പറയാ, ഒരു ബഹുമുഖമായിട്ടുള്ള ഒരു ടൂളായിട്ട് പല കാര്യങ്ങൾക്കും ഈ മൈക്രോ പ്രസന്റ് ചെയ്യാനായിട്ട് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസ് എവിടെയൊക്കെയാന്ന് നോക്കിയേ. മെഡിക്കൽ എഡ്യൂക്കേഷന്, ഇത് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. യൂസ്ഡ് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് is used in hospitals for എവിടെയൊക്കെ? മെഡിക്കൽ എഡ്യൂക്കേഷൻ, then clinical presentation, പേഷ്യന്റ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന വല്ല സെമിനാറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പവർ പോയിന്റിൽ കൂടെ അവർക്ക് കുറച്ചും കൂടിയും നല്ല ക്ലിയർ ആയിട്ട് പല കാര്യങ്ങളും അവരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രസന്റ് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് എഡ്യൂക്കേഷന്, അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള പല ഉദ്ദേശങ്ങൾക്കും, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സംരംഭങ്ങൾക്ക്, റിസർച്ച് ഡിസമിനേഷൻ, റിസർച്ച് പ്രബന്ധങ്ങള്, ടെക്സ്റ്റുകള്, then internal communication, then and external events, externally happening. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലുകളിൽ ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കുന്നതാണ്. അത് ഓരോന്നും അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ, clinical presentation, patient education, administrative motives, quality improvement initiatives, research dissemination, internal communication, and then external events. It's a visual appeal, multimedia capabilities. നമ്മൾ ജസ്റ്റ് ലെറ്റേഴ്സ് എഴുതുന്നത് മാത്രമല്ല, അവിടെ ഒരു വിഷ്വൽ അപ്പീല് അല്ലെ, നമുക്ക് വിഷ്വലൈസ് ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് അവിടെ ആനിമേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി നമുക്ക് കാണുന്ന വ്യൂവേഴ്സിന് അത് മനസ്സിലാക്കാനും ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ ലെറ്റേഴ്സിൽ എഴുതുന്നതല്ലാതെ നമുക്ക് കുറച്ചും കൂടി എന്താ, നമുക്ക് കാണുന്നതല്ലേ അല്ലെ ആ കാര്യങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ടിപ്സുകളൊക്കെ ഉള്ള ഒരു ഷോർട്ട് ഫിലിം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? പ്രസന്റ് ചെയ്യാൻ പറ്റും. പല പല ആനിമേഷൻ ഇതായിട്ടോ കാർട്ടൂൺസുകൾ പോലെയോ ഒക്കെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് പറയുന്നത് വിഷ്വൽ അപ്പീൽ. അതിന്റെ പ്രത്യേകതകളാണ് വിഷ്വൽ അപ്പീൽ, മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ്, ദെൻ ആൻഡ് എയ്സ് ആണ് കേട്ടോ, EASC, കേസ് അല്ല അവിടെ, എയ്സ് ഉപയോഗിക്കാനുള്ള എളുപ്പം, എയ്സ് ഓഫ് യൂസ്, EASC. മേക്ക് ഇറ്റ്
ആൻഡ് എസെൻഷ്യൽ സോഫ്റ്റ്വെയർ. ഈ പ്രത്യേകതകളൊക്കെയാണ് അതിനെ ഒരു നല്ലൊരു മികച്ച ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തിന്? ഫോർ effectively conveying healthcare information within hospitals and beyond. ഹോസ്പിറ്റലിലും അതിനപ്പുറമുള്ള ഇൻഫർമേഷൻസ് കൺവേ ചെയ്യാം, കൈമാറാനായിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാ? അതിന്റെ വിഷ്വൽ അപ്പീല്, മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ് ആൻഡ് ദ ഈസ് ഓഫ് യൂസ്, ഉപയോഗിക്കാനുള്ള എളുപ്പം. ഈ പ്രത്യേകതകൾ കൊണ്ടാണ് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനെ ഒരു എസെൻഷ്യൽ സോഫ്റ്റ്വെയർ ആയിട്ട് പറയുന്നത്. എവിടെ എവിടെ? ഹോസ്പിറ്റലുകളിലും അതിനപ്പുറമുള്ള ഇൻഫർമേഷൻ, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ഈ കൺവേ ചെയ്യാന്ന് വെച്ചാൽ കൈമാറാനായിട്ട് ഫലപ്രദമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് ഈ മൈക്രോസോഫ്റ്റ് നമ്മൾ പവർ പോയിന്റിനെ പറയാൻ കാര്യം എന്താണ്? അതിന്റെ വിഷ്വൽ അപ്പീല്, മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ് ആൻഡ് എയ്സ് ഓഫ് യൂസ്. ആ 3 കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അതുകൊണ്ടാണ് അതിന് ഒരു നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഈ മെസ്സേജുകൾ കൈമാറാനായിട്ടുള്ള, ഹെൽത്ത് ഇൻഫർമേഷൻ കൈമാറാനായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, ഒരു എസെൻഷ്യൽ സോഫ്റ്റ്വെയർ ആണ് പറയുന്നത്. ഈ പ്രത്യേകതകൾ കൊണ്ടാണ് അതിന്. ഇനി നെക്സ്റ്റ് സി മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. നമ്മൾ ഏതൊക്കെ പഠിച്ച് 3 മെയിൻ പറഞ്ഞത് അല്ലെ? മൈക്രോസോഫ്റ്റ് വേർഡ് പറഞ്ഞു. വേർഡ് എന്ന് പറഞ്ഞ എന്ത് സോഫ്റ്റ്വെയർ ആയിരുന്നു? മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഏത് സോഫ്റ്റ്വെയർ ആണ്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. അത് 3 ചോദിക്കാറുണ്ട് കേട്ടോ. ഏതെങ്കിലും നമുക്ക് എക്സാമില് മാറി ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. പവർ പോയിന്റ് എന്തായിരുന്നു? എന്ത് സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്? ഏത് സോഫ്റ്റ്വെയർ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. Then Microsoft Excel മൂന്നാമത്തെ നോക്കിയേ, ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അത് 3 പഠിച്ചു വെക്കുക കേട്ടോ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ഒരു ഷീറ്റ് ആണ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്, ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഡാഷ് ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഏതാ? മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. നൺ ഓഫ് ദ എബോ. ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് കേട്ടോ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേർഡ് ആണ്, മൈക്രോസോഫ്റ്റ് വേർഡ്. നോക്കിയേ, മൈക്രോസോഫ്റ്റ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. It is vastly used for data management. ഇത് വിശാലമായി, വാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വിശാലമായി. ഇത് എവിടെ ഉപയോഗിക്കുന്നത്? ഡേറ്റ മാനേജ്മെന്റ്, ഡേറ്റാസ് കൈകാര്യം ചെയ്യുന്നിടത്ത്, അനാലിസിസ് വിശകലനം ചെയ്യുന്നിടത്ത്, വിഷ്വലൈസേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട്, വിഷ്വലൈസേഷൻ നമുക്കത് വിഷ്വലൈസ് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും ഈ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നു. അവിടുത്തെ ഡേറ്റാസ് കൈകാര്യം ചെയ്യുന്നതിനാണ്. Here a short note on MS Excel. MS Excelനെ കുറിച്ച് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള കുറച്ച് ഷോർട്ട് പോയിന്റ്സ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു സ്കൂളില് ഇപ്പൊ ഒരു 10,000-2000 കുട്ടികളുണ്ട്. അവർക്കുടെ ഡേറ്റ കളക്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പെൻസിൽ എടുത്ത്, സിസ്റ്റത്തിൽ നിന്ന് പെൻസിൽ എടുത്ത് ടേബിള് വരച്ച് അങ്ങനെ എങ്ങനെ ആക്കിയിടാൻ പറ്റുമോ? ഒരു 10,000 കുട്ടികൾ പഠിക്കുന്ന 5000 കുട്ടികളുടെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ടേബിളൊക്കെ വരച്ചെടുക്കാന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ ഡേറ്റാസ്, അങ്ങനെയുള്ള ബൾക്കായിട്ടുള്ള ഒരു വലിയ തോതിലൊക്കെ നമ്മൾ ഡേറ്റാസ് നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റുകൾ ഉപയോഗിക്കാം. നോക്കിയേ, ഇവിടെ ഒരു പിക്ചർ ഉണ്ട് കേട്ടോ. അതെ, ഇതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത്. കണ്ടോ? മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റ് ഇതാണ്. അതിനകത്ത് നമുക്ക് മുകളിൽ അറിയാം ഏതാ ടൈറ്റിൽ കൊടുത്തേക്കുന്ന, ടൈറ്റിൽ ബാർ ആണ്. വേർഡിൽ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിൽ ബാർ ആണ് മുകളില്. ഏറ്റവും മുകളിൽ നോക്കിയേ, മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞേക്കണ ടൈറ്റിൽ ഏതാ നമ്മൾ എടുത്തേക്കണേ, അതാണ് ഏറ്റവും മുകളിൽ ആ ബ്ലൂ നിറത്തിൽ കാണിച്ചേക്കുന്നത്, നല്ല ഡാർക്ക് ബ്ലൂയില്. അത് ടൈറ്റിൽ ബാർ ആണ്. അതിന്റെ താഴത്തുള്ളത് ഏതാ? ടൂൾ ബാറുകളാണ് അല്ലെ? ഓരോ ടൂൾസുകൾ ഉണ്ട് അവിടെ. ടൂൾ ബാറുകൾ ഉണ്ട്,
പിന്നെ നെക്സ്റ്റ് അവിടെ നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അവിടെ നമുക്ക് ഏതാ ഷീറ്റ് ആണ്, അതാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്പ്രെഡ്ഷീറ്റ് ഏരിയ ഉണ്ട്, അവിടെ കുറെ ഡേറ്റാസ് കൊടുത്തേക്കണുണ്ടോ, സ്റ്റോക്ക്, സിമ്പല്, ഡേറ്റ ആക്വേർഡ്, ഷെയർസ്, ഇനിഷ്യൽ പ്രൈസ് പെർ ഷെയർ, ഇനിഷ്യൽ കോസ്റ്റ്, കറന്റ് പ്രൈസ് പെർ ഷെയർ, കറന്റ് വാല്യൂ, ഗെയിൻ ഓർ ലോസ്, പെർസെന്റേജ് ഗെയിൻ ഓർ ലോസ് കണ്ടോ. ഇങ്ങനെ ഒരു ഷീറ്റാ. ഇപ്പൊ നമ്മള് ഈ ഷോപ്പിലൊക്കെ ആണെങ്കിലും എക്സലിലൊക്കെ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അവിടെ ഡേറ്റാസ് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പം ഈ ഷീറ്റ് ആണ്. കണ്ടോ അവിടെ 3 ഷീറ്റ് ഉണ്ട്, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞ ഏറ്റവും താഴെ കണ്ടോ 3 ഷീറ്റുകൾ. അപ്പൊ അതിനകത്ത് ഏതാണോ നമുക്കിപ്പോ ഷീറ്റ് 1 ആണ് അവിടെ ഇട്ടേക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഡേറ്റാസ് വേഗം തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ താഴെ പറഞ്ഞത് സ്റ്റാറ്റസ് ബാർ ആണ്, ഏറ്റവും താഴെ കാണുന്നത് സ്റ്റാറ്റസ് ബാർ. ഇതാണ് ശരിക്കും എക്സലിന്റെ ഒരു എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത്. അവിടെ സ്പ്രെഡ്ഷീറ്റ് ആണ് കേട്ടോ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഷീറ്റ് 1 എന്ന് പറഞ്ഞ 3 ഷീറ്റുകൾ കണ്ടോ. അവിടെ നോക്കിയ ABCD എന്ന് പറഞ്ഞ് കണ്ടില്ലേ, അവിടെ ABCD അത് കണ്ടോ. അത് നമ്മൾ കാണിക്കുന്നത് അവിടെ ഓരോ A എന്ന് പറഞ്ഞ ഒരു കോളം, B എന്ന് പറഞ്ഞ ഒരു കോളം, C എന്ന് പറഞ്ഞ ഒരു കോളം കണ്ടോ. അങ്ങനെ ഇഷ്ടം പോലെ 1000-ഓളം നമുക്ക് കോളങ്ങളുണ്ട്. നമ്മൾ കോളം വരച്ചു കൊടുക്കണ്ട, എത്ര വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ J വരെ എത്തിയിട്ടുള്ളൂ. ഇനി അടുത്തത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇതിലേക്ക് പോകണമെങ്കിൽ അടുത്ത ഇത് കൊടുക്കാം നമുക്ക്. അങ്ങനെ ABCD Z വരെയും, അത് കഴിഞ്ഞ് പിന്നെ A1 A2 അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു സെറ്റ് കഴിഞ്ഞ ABCD Z വരെയും കഴിഞ്ഞു കഴിഞ്ഞാൽ A1 A2 അങ്ങനെ പിന്നെ പോകും. പിന്നെ A2 A3 അങ്ങനെ B2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. അങ്ങനെ ഒരു 10,000 16,000-ഓളം ഒറ്റ ഈ നമുക്ക് കോളങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ കണ്ടില്ലേ, 1 2 3 താഴേക്ക് നമ്പർ ഇവിടെ 21 വരെ 22 വരെ നമുക്ക് കാണാം കണ്ടോ. അത് നമുക്ക് റോസ് കണ്ടോ, റോസ് അത് ലക്ഷക്കണക്കിനോളം 10 ലക്ഷത്തോളം ഉണ്ട്. അങ്ങനെ റോസ് താഴേക്ക് ഇഷ്ടം പോലെ റോസുകൾ ഉണ്ട്. നമുക്ക് താഴേക്ക് എഴുതാൻ നമ്പർ ഇട്ട് കൊടുത്തേക്കണോ. അതങ്ങനെ നമുക്ക് ഇപ്പൊ എത്ര 13 ഇതാ സ്റ്റോക്കാ കൊടുത്തിട്ടുള്ളൂ. ഒരു ഷോപ്പില് ഒരു 10,000 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ 10,000 എണ്ണോ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ അവിടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കണ്ട, അവിടെ ഓൾറെഡി ആ നമ്പർ ഉണ്ട്. നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് മറ്റേ വേർഡിൽ ചെയ്യണക്കായൊക്കെ എളുപ്പമല്ലേ എക്സെല്ലാകുമ്പോ. ആ ഷീറ്റ് എടുത്തിട്ടാ പോരെ, നമുക്ക് നേരെ എത്ര കോളോ എത്ര റോസോ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഡേറ്റാസ് അവിടെ. അല്ലാതെ നമ്മൾ പ്രത്യേക കോളോ ഇതൊന്നും വരയ്ക്കൊന്നും വേണ്ട. ഇതെന്ന് പറഞ്ഞ എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞേ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഏത്, മൈക്രോസോഫ്റ്റ് എക്സൽ. ക്ലിയർ ആയോ? അത് 3 ക്ലിയർ ആയോ? വേർഡ് എന്ന് പറഞ്ഞ ഏത് സോഫ്റ്റ്വെയറാ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. ഡോക്യുമെന്റ്സ് സാധാരണ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ലെറ്റേഴ്സ്, റെസ്യൂം ഇതൊക്കെ നമുക്ക് വേർഡിൽ ചെയ്താൽ മതി. അതാണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. പവർ പോയിന്റ് എന്ത് സോഫ്റ്റ്വെയർ ആയിരുന്നു? പ്രസന്റേഷൻ ചെയ്യാനായിട്ട് അല്ലെ, പല കാര്യങ്ങളും പ്രസന്റ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ അല്ലെ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞ ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞത്? സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അതിനകത്ത് ഓരോ ഷീറ്റ് ആണ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇനി നോക്കിയേ, ഇനി അതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഇത് നോക്കിയേ, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ. എന്താണ്? സ്പ്രെഡ്ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ. ഷീറ്റ് കണ്ടില്ലേ, ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 എന്ന് പറയുന്ന 3 ഷീറ്റ് അവിടെ കൊടുത്തേണ്ട്. നമുക്ക് ഓരോ സ്പ്രെഡ്ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. എക്സൽ പ്രൊവൈഡ്സ് a user friendly interface. യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. ഫോർ ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡേറ്റ ഇൻ എ ടാബുലാർ ഫോർമാറ്റ്. കണ്ടോ, ടേബിൾ രീതിയിലാണ് കിടക്കണേ. നമുക്ക് പ്രത്യേകം ടേബിൾ ഒന്നും വരയ്ക്കണ്ട. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന യൂസറിന് ഡേറ്റാസ്, ഇങ്ങനെയുള്ള ഡേറ്റാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാന്, സൃഷ്ടിക്കാനും അതുപോലെ സംഘടിപ്പിക്കാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷീറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എക്സലിലൂടെ പറ്റും. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഡേറ്റ ഇൻ എ ടാബുലാർ ഫോർമാറ്റ്. ഡേറ്റാസ് ആണ്. ഇപ്പൊ നമ്മളൊരു സ്കൂളില്
എന്താ പറയാ ഒരു 1000 കുട്ടികളുണ്ട്, അവർക്കുടെ നമുക്ക് ഒരു ലിസ്റ്റ് നമ്മളോട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നേരെ എക്സൽ ഷീറ്റ് എടുത്ത് ചെയ്താൽ മതി. 1000 കുട്ടികള് പേര് 1 2 3 അവിടെ ഉണ്ട്, ഷീറ്റ് എടുക്കാം, ഒന്നാമത്തെ കുട്ടിയുടെ പേര് എഴുതാ അല്ലെ, എന്നിട്ട് നമുക്ക് അത് നമുക്ക് ഇഷ്ടമുള്ള ചെയ്തിട്ടൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ ആക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫുള്ള് ടൈപ്പ് ചെയ്തതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആൽഫബറ്റിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ സിസ്റ്റം തന്നെ നമുക്ക് കുട്ടികളുടെ ഇത് അറേഞ്ച് ചെയ്യും. ഫസ്റ്റ് എ വന്നത്, പിന്നെ ബി വന്നത്, പിന്നെ അവർക്ക് വല്ല നമുക്ക് മാർക്കുകളോ അല്ലെങ്കിൽ അവർക്കുടെ കളക്ട് ചെയ്ത ഫീസുകളോ ഒക്കെയാണ് ടോട്ടൽ. അപ്പൊ ഇന്ന ഡിവിഷനിൽ നിന്ന് എത്ര ഫീസ് കിട്ടിയെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് സിസ്റ്റത്തിൽ പ്ലസ് ഇട്ട് കൂട്ടണ്ട കണക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? അതായത് നമ്മളിപ്പോ ഓരോ കുട്ടികളും അവർക്കുടെ അവരുടെ ഫീസ് നമ്മള് നേരെ കുട്ടിയുടെ പേര് അവിടെ കളക്ട് ചെയ്ത ഫീസ് എടുക്കുകയാണ്. ടോട്ടൽ ഫീസ് കാണണമെങ്കിൽ ആ റോ മൊത്തം നമുക്ക് ആ കോളം മൊത്തം നമ്മൾ സെലക്ട് ചെയ്തിട്ട് സം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ, ഓട്ടോ സം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആൻസർ വന്നു. അല്ലാതെ നമ്മൾ ഓരോന്നും പ്ലസ് 400 പ്ലസ് 800 പ്ലസ് അങ്ങനെ നമ്മൾ പ്ലസ് ഇട്ട് കാണണ്ട. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതാണ് യൂസർ ഫ്രണ്ട്ലി ആണ്. ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ എക്സലിലൂടെ പറ്റും. ജസ്റ്റ് ഒറ്റ ക്ലിക്ക് മതി അതിന്റെ സമ്മ് കിട്ടി. ഇപ്പൊ 10,000 ഡേറ്റ ഉണ്ട്, അതിന്റെ സമ്മ് കാണണം എന്ന് പറഞ്ഞാലും ഒറ്റ ക്ലിക്കിൽ കിട്ടും. എന്താ സെലക്ട് ചെയ്യുക, ഓട്ടോ സം കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഇതും ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ എക്സലിന്റെ ഷീറ്റ് എടുത്ത് നിങ്ങൾ കുറച്ച് ഡേറ്റയൊക്കെ അടിച്ചു നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ സം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആ ടൂൾസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓരോ ടൂൾസിന്റെ നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിച്ചു തരും എന്താന്ന്. നമുക്ക് തന്നെ എടുത്ത് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് നിങ്ങൾ അത് ഫോണിലാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡേറ്റ എങ്ങനെയാണ്? ഇൻ എ ടാബുലാർ ഫോർമാറ്റ്, ടേബിൾ രീതിയിൽ നമുക്ക് ഡേറ്റാസ് സൃഷ്ടിക്കാൻ പറ്റും. Users can form worksheet, input data and customize the layout, formatting and formulas to meet their specific requirements. ആളുകൾക്ക് എന്താ നമ്മുടെ രീതിക്ക് അത് ഡിസൈൻ ചെയ്യാൻ പറ്റും. വർക്ക്ഷീറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും. Users can form worksheets, ഇൻപുട്ട് ഡേറ്റാസ് അതിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പിയറൻസ് ഒക്കെ നമുക്ക് അറേഞ്ച്മെന്റ് അപ്പിയറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ. ഫോർമാറ്റിംഗ് ഓപ്ഷൻ ആൻഡ് ഫോർമുലാസ്, അതിനകത്ത് ഓരോ ഫോർമുല ഉണ്ട്. ഇപ്പൊ നമുക്ക് സം കാണാനുള്ള ഫോർമുല ഉണ്ട്, ആവറേജ് ആണെങ്കിൽ ആവറേജ് കാണാനുള്ള ഫോർമുല ഉണ്ട്. ജസ്റ്റ് ഫുള്ള് സെലക്ട് ചെയ്യുക, ആവറേജിന്റെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് നമുക്ക് നേരെ അതിന്റെ ആവറേജ് എത്രയാന്ന് കിട്ടും. നമ്മളല്ലാതെ കണക്ക് കൂട്ടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അതിലൂടെ പറ്റും കേട്ടോ. ഇനി അടുത്തത് നോക്കിയ രണ്ടാമത്തെ ഡേറ്റ അനാലിസിസ്, ഡേറ്റ വിശകലനം ചെയ്യാൻ. Excel offers a wide scope of functions, formulas and data analysis tools that make the user able to carry out complex calculation. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സങ്കീർണമായിട്ടുള്ള കണക്കുകൂട്ടലുകൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാനായിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഓൺ എ ലാർജ് ഡേറ്റ സെറ്റ്സ് ഉണ്ടോ. വലിയൊരു ബൾക്ക് ഓഫ് ഡേറ്റ അതില് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ പറ്റും. ഏബിൾ ടു ക്യാരി ഔട്ട്, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങള് കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് ഈ എക്സലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ഫസ്റ്റ് സെന്റൻസ്. ഡാഷ് ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ഓഫ് ഫംഗ്ഷൻ, ഫോർമുലാസ്, ഡേറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സൽ തന്നെയാണ്. ഓക്കെ, ഇറ്റ് സിംപ്ലിഫൈ ദ ടാസ്ക് ലൈക്ക് സോർട്ടിങ്. പിന്നെ അതാ പറയുന്നത് സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ തരംതിരിക്കാൻ. ഫിൽറ്ററിങ്, ഇതിനെ ഫിൽറ്റർ ചെയ്യാൻ, അതായത് ഒന്ന് ഓക്കെ ആക്കാനായിട്ട്, അരിക്കുക എന്നുള്ള ഫിൽറ്റർ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഒന്ന് അറേഞ്ച്മെന്റ് കറക്റ്റ് ആക്കാനായിട്ട്.
Then summarizing data summarize ചെയ്യാനായിട്ട് making it necessary tool for data driven decision making. ഡേറ്റ അധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കാനും ഇതൊരു അതൊരു നെസസറി ടൂളാണ്, അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ടൂളാണെന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കുടെ പേര് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 5 പേർക്കുടെ പേര്: ദിവ്യ, അഞ്ജന, നമിത, അജിഷ്മ, ശരണ്യ, കുറച്ച് പേർക്കടെ. അപ്പൊ ഇങ്ങനെ ഇത്ര പേർക്കടെ പേര് അടിച്ചു കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് അതൊന്ന് സോർട്ട് ചെയ്യണം. ആൽഫബറ്റിക് ഓർഡറിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാൻ പല ഇതിനകത്താണ് ഞാൻ അടിച്ചു കൊടുത്തത്. ആൽഫബറ്റിക് ഓർഡറിലൊന്നുമല്ല, അത് ഫുള്ള് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിനകത്ത് ആൽഫബറ്റിക് ഓർഡറിൽ ആക്കാനുള്ള സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരം എ വന്നത്, എ തുടങ്ങിയ പേരുകൾ ആദ്യം ആകും, ബി വന്നത് അടുത്തത്, സി വന്നത്, അങ്ങനെ ഓർഡറിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളതിലധികം ബുദ്ധിമുട്ടുണ്ടാവും, സിസ്റ്റം തന്നെ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Excel simplifies the task like sorting, filtering, summarizing data, making it a necessary tool for data driven decision making. ഡേറ്റ അധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കാനും ഒരു നെസസറി ടൂൾ ആണിത്. അടുത്തതാണ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. അടുത്ത ഒരു ഫീച്ചർ ആണ് ഫോർമുല ആൻഡ് ഫങ്ഷൻ. Excel's extensive library of built-in formulas and functions permit ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കാം users to carry out calculation or data automatically. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്താണ് ഫോർമുല പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന. അതായത് നമുക്ക് ഓരോന്ന് കാണാനുള്ളത് പെട്ടെന്ന്, ഇപ്പൊ സം കാണാനാണെങ്കിൽ നമുക്ക് എന്താ, ജസ്റ്റ് മൊത്തം വെച്ചിട്ട് നമുക്ക് സം ഓട്ടോ സം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ സം വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രത്യേകം ചെയ്യണ്ട. ആവറേജ് കാണാനാണ് അങ്ങനെ, ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാനാണ് അങ്ങനെ, ഓരോന്നിനും അതിൻ്റെതായ ഇതുണ്ട്. അപ്പൊ പിന്നെ അതായത് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതും ഈ എക്സലിന്റെ പ്രത്യേക ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അടുത്താണ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഡേറ്റ വിഷ്വലൈസ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പൊ നമ്മൾ എഴുതിയ ഡേറ്റ എങ്ങനെയായിരുന്നു? നമ്മള് നമ്പറിലാണ് നമ്മൾ എഴുതിയത്, പേരുകൾ കൊടുത്തു, അവിടെ നമ്മൾ നമ്പറാ കൊടുത്തത്. ഇനി അതിനെ വിഷ്വലൈസ് ചെയ്യാൻ, അതായത് നമുക്ക് ചാർട്ടുകളില്ലേ, ചാർട്ട് ആക്കാനായിട്ട് നമ്മള് ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, നമ്മൾ ഡേറ്റ എഴുതും, എന്നിട്ട് ഇപ്പുറത്ത് നമ്മുടെ പൈ ഡയഗ്രാമോ പിവറ്റ് ടേബിൾ ആക്കിയോ ഗ്രാഫോ ചാർട്ടൊക്കെ ആക്കി വരയ്ക്കാനായിട്ട് ആ ഡേറ്റാസിന് നേരെ കൺവേർട്ട് ചെയ്യുക നമ്മള്, അല്ലെ? നമ്മൾ ഗ്രാഫിലെ ബാർ ഡയഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കുട്ടിയുടെ പേര്, കുട്ടികളുടെ പേര്, ഹൈറ്റ് അതനുസരിച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ പേര് എഴുതി ഹൈറ്റ് കൊടുത്തു, അല്ലെ? അത് നമുക്ക് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാലോ, അല്ലെ? ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ പാടില്ലേ? അതായത് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡേറ്റ എഴുതി വെച്ചിട്ടില്ലേ. ഒന്നാമത്തെ കുട്ടി അനു, ഹൈറ്റ് എത്ര? 197 സെന്റിമീറ്റർ. അടുത്ത ആൾക്കാരുടെ പേര് എഴുതി മനു, അവിടെ 120. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ട് നമുക്കത് വിഷ്വലൈസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഡേറ്റ ഫുൾ അങ്ങ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഏതാ വേണ്ടേ? ഗ്രാഫ് ആണോ, ചാർട്ടാണോ? ഏത് ചാർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഗ്രാഫിലാണ് പ്രസന്റ് ചെയ്യുന്നത്? അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഡയഗ്രാം, ടേബിൾ, പിവോട്ട് ടേബിൾ ആണെങ്കിൽ ടേബിളില് അത് അതിന്റെ ഓരോ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ബാർ ഡയഗ്രാം ആണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലൈൻ ഡയഗ്രാം ആണ് അവിടെ ചൂസ് ചെയ്യേണ്ടത്. ഏതാന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡേറ്റാനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ഗ്രാഫിക് ഫോർമാറ്റിലേക്ക് ആക്കി തരും. മനസ്സിലാവണ്ടോ നിങ്ങൾ പറയണേ? നിങ്ങൾ ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റ് എടുത്ത് കുറച്ച് ഡേറ്റ എടുത്തിട്ട് അതിനൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ എന്തിലേക്ക് മാറി? വിഷ്വൽ രീതിയിലായി. അപ്പൊ നമുക്ക് ഇത് നമ്പറുകൾ വായിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഗ്രാഫിൽ നോക്കിയാൽ അറിയാൻ പറ്റൂലേ, അല്ലെ? ആർക്കാണ് ആ ക്ലാസ്സില് ഇപ്പൊ 10Bയില് ഹൈറ്റ് കൂടുതൽ ആർക്കാണ്? നമ്മൾ ഗ്രാഫിൽ അങ്ങനെ ആൻസർ ചെയ്യാറുണ്ടല്ലോ. അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞത് ആർക്കാണ്? അപ്പൊ നമ്പർ വായിച്ചു നോക്കണ്ട, ആ ഗ്രാഫ് നോക്കി അറിയാൻ പറ്റും. ആ ഗ്രാഫ് ഇപ്പൊ ബാർ ഡയഗ്രാം ആണെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഗ്രാഫ് അത് ഏത് കുട്ടിയാണ് നോക്കുക, ആ കുട്ടിയുടെ പേര് എഴുതുക.
ഏറ്റവും ഗ്രാഫ് കുറഞ്ഞു നിൽക്കുന്നത് ആരാണ്? അത് നേരെ എഴുതാം. അങ്ങനെ നമ്മുടെ ഡേറ്റാസ് വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഇതാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. എക്സലെ മറ്റൊരു ഫീച്ചറാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എക്സൽ പ്രൊവൈഡ്സ് സ്ട്രോങ് ചാർട്ടിംഗ് ടൂൾ that permit users to put forward data. നമ്മൾ ഡേറ്റ കൊടുക്കാണ്. ഡേറ്റ എന്തിലേക്ക് ഒരു ചാർട്ടിംഗ് രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ആൻഡ് വിഷ്വലി ത്രൂ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പല തരത്തിലുള്ള ചാർട്ടുകൾ ഉണ്ട്, പല തരത്തിലുള്ള ഗ്രാഫുകൾ ഉണ്ട്. ആൻഡ് പിവോട്ട് ടേബിളുകളാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്താ, നമുക്ക് ഏതാണോ വേണ്ടത്, ചാർട്ട് ആണെങ്കിൽ ഇൻസേർട്ട് ചാർട്ട് എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പൊ അത് ഡേറ്റ നേരെ ചാർട്ട് ആ രീതിയിലേക്ക് മാറ്റിത്തരും. അതാണ് വിഷ്വലൈസിങ് ഓപ്ഷൻ ഉണ്ട്. This make it easy to explain and communicate complex data patterns, trends and relationships. അല്ലെ, തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ഡേറ്റ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റേനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അവർ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു ക്ലാസ് എടുത്തു, ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകളാണ് നമുക്ക് നോക്കേണ്ടത്. അതിന്റെ ഗ്രാഫാണ് മാത്സിന് കിട്ടിയ മാർക്കുകള്. ഇപ്പൊ മാത്സിന് 50ലാണ് നമ്മള് മാർക്ക് ഇടുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കുട്ടിക്ക് കിട്ടിയത് 20 ഉള്ളൂ, രണ്ടാമത്തെ കുട്ടിക്ക് ഒരു 31 ഉണ്ട്, മൂന്നാമത്തെ കുട്ടിക്ക് ഒരു 18 ഉള്ളൂ, നാലാമത്തെ കുട്ടിക്ക് 50 ഉള്ളുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ ക്ലാസ്സിൽ ഏത് കുട്ടിക്കാണ് ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയത് പെട്ടെന്ന് നോക്കി പറയാം ഗ്രാഫില്. മറ്റത് നമ്പർ ആകുമ്പോൾ നമ്മൾ വായിച്ചു നോക്കണം. ഇത് ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആകുമ്പോൾ കുറച്ചും കൂടി ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഇത് ക്ലിയർ ആവും. നമുക്ക് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ ഗ്രാഫ് നോക്കിയാൽ മതി. ഓക്കെ, അതാണ് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഡേറ്റ വിഷ്വലൈസേഷൻ. ഇനി നോക്കിയ ഡേറ്റ മാനേജ്മെന്റ്. എക്സൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Dash provides strong charting tool that permit users to put forward data visually. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഡേറ്റ മാനേജ്മെന്റ് നോക്കിയേ. Excel lets users efficiently manage and manipulate large volume of data. മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഒരു വലിയ രീതിയിലുള്ള ഡേറ്റ നമുക്ക് മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നു എക്സൽ. ഈ ഡേറ്റ മാനേജ്മെന്റ്, എക്സലിന്റെ ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഓഫേഴ്സ് ഫീച്ചേഴ്സ് സച്ച് ആസ് സോർട്ടിങ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സോർട്ട് ചെയ്യാൻ, ഫിൽറ്റർ ചെയ്യാൻ, വാലിഡേഷൻ, ഡേറ്റ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം. And data import and export, making users able to organize and utilize data effectively. ഫലപ്രദമായ രീതിയിൽ, കാര്യക്ഷമമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ സംഘടിപ്പിക്കാനും യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ ഈ ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എക്സലിന്റെ ഫീച്ചർ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Dash lets users efficiently manage and manipulate large volume of data. ഡേറ്റ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എക്സലിലാണ് ആ ഡേറ്റ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ആ ഡേറ്റ കാര്യങ്ങൾ. ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ എക്സലിലുള്ള ഇതാണ്. എക്സലിലാണ് ഡേറ്റ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എക്സലാണ് എന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. സാമ്പത്തികപരമായിട്ടുള്ള വിശകലനം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. Excel is extensively used in financial analysis and modeling. Underline ചെയ്തിട്ടോ. Extensively എന്നുവെച്ചാൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസ്, മോഡലിംഗ്, ഇതിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. It offers specialized functions for financial calculations. എന്ത് വാഗ്ദാനം ചെയ്യുന്നു? പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങള്. ഏതിന്റെ? ഫോർ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ, സാമ്പത്തികപരമായിട്ടുള്ള കണക്ക് കൂട്ടലുകള്. ലൈക്ക് NPV, നെറ്റ് പ്രസന്റ് വാല്യൂ. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഇപ്പൊ പ്രസന്റ് വാല്യൂ മാർക്കറ്റില് നമ്മൾ മേടിച്ചപ്പോഴുള്ള വാല്യൂ ഇല്ലേ, അത് തമ്മില് കമ്പയർ ചെയ്യുന്നു. അതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്.
നേരത്തെ ഉള്ളതും നമ്മൾ മേടിച്ചപ്പോൾ ഉള്ള വാല്യൂ അതിന്റെ കമ്പാരിസൺ. IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ, ഇന്റേണൽ റേറ്റ് റിട്ടേൺ ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റ ഫിനാൻഷ്യൽ കാൽക്കുലേഷന് ഈ എക്സലിന്റെ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യും. അതിനകത്ത് രണ്ടെണ്ണം NPVയുടെ ഒന്ന് നോക്കിയോ കേട്ടോ. നെറ്റ് പ്രസന്റ് വാല്യൂ, IRR എന്ന് പറഞ്ഞ ഇന്റേണൽ റേറ്റ് റിട്ടേൺ ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ്, സാമ്പത്തികമായ പ്രവചനങ്ങൾ. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. ഈ എക്സൽ എന്തിനു ഉപയോഗിക്കുന്നു? ബഡ്ജറ്റിംഗ്, കണക്ക് കാര്യങ്ങള്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, സാമ്പത്തികപരമായിട്ടുള്ള ആസൂത്രണങ്ങള്, ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. ഇതിനൊക്കെ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞ ആ എക്സലിന്റെ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഇൻ ഷോർട്ട്, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ multifaceted and widely used spreadsheet software that facilitate എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്? ഡേറ്റ മാനേജ്മെന്റ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ്. നമ്മൾ മോളിൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. widely used spreadsheet software, അതിന് എന്തിനുള്ള സൗകര്യമുണ്ട്? ഫെസിലിറ്റേറ്റ് ഡേറ്റ മാനേജ്മെന്റ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. Its wide features, formulas and functions make it an inevitable tool for business. കേട്ടോ, ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാരണം ഫോർമുലാസ് നമുക്ക് അല്ലെങ്കിൽ അവിടുത്തെ സവിശേഷതകള് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെയുള്ളത്. പിന്നെ അതിന്റെ ഫോർമുലാസ് നമുക്ക് ഓരോ ഫോർമുല നമ്മൾ ഏത് കാണേണ്ടതാണ് അല്ലെ? ഇപ്പൊ സം കാണാനുള്ളതാണെങ്കിൽ നമുക്ക് നേരെ ഫോർമുലാസിൽ സം എന്ന് പറഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് മൊത്തം സം കിട്ടും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പ്രവർത്തനങ്ങള്, ഈ പ്രത്യേകതകളാണ് ഈ ബിസിനസ്സിന്. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് പ്രൊഫഷണലുകള്, അനസ്തറ്റിസ്റ്റ്, റിസർച്ചേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഹു വർക്ക് ഇൻ ഡേറ്റയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ ഇത് എന്താകുന്നത്? ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ടൂൾ ആകുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. വൈഡ് ഫീച്ചേഴ്സ് ഏതൊക്കെയാ? വൈഡ് ഫീച്ചേഴ്സ്, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. അതുകൊണ്ടാണ് അതിന്റെ ഒരു അനിവാര്യമായിട്ടുള്ള ടൂൾ ആകുന്നത്. ഇപ്പൊ ബിസിനസ്സിലൊക്കെ ആണെങ്കിലേ നമുക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിനൊക്കെ നമുക്ക് ഈ ഷീറ്റിലൂടെ പെട്ടെന്ന് സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ ഫോണിലോ ഇതൊന്നും നമുക്ക് കണക്കൊന്നും കൂട്ടി നോക്കണ്ട. പെട്ടെന്ന് ലക്ഷങ്ങളുടെ കോടികളുടെ കണക്കൊക്കെ ഒറ്റ സെക്കൻഡില് നമുക്കത് ഇതാവാനോ ബാലൻസ് കാണാനോ ഇതിങ്ങനെയുള്ള ഫോർമുലാസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് എന്താ പറയാ, അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനും ഫിനാൻസ് പ്രൊഫഷണലുകൾക്കും അനസ്തറ്റിസ്റ്റ് റിസർച്ചേഴ്സിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണെന്ന്. ഡേറ്റയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അനിവാര്യമായിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ഇതിനെ. എക്സലിനെ, മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എന്നീ കാര്യങ്ങള് സുഗമമാക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ കൈകാര്യം ചെയ്യല്, അത് അനാലിസിസ് വിശകലനം ചെയ്യല്, വിഷ്വലൈസേഷൻ എന്നീ കാര്യങ്ങൾ എക്സലിലൂടെ, മൈക്രോസോഫ്റ്റ് എക്സലിലൂടെ സുഗമമാക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഷീറ്റ് കേട്ടോ, ഷീറ്റ് കണ്ടോ. പിന്നെ അത് പെട്ടെന്ന് നമുക്ക് ഇതിപ്പോ ഈ ഇത്രയും കാര്യങ്ങൾ ഷെയർസ് സിമ്പിൾ ആണ് ഓരോരുത്തി കൊടുത്തേക്കണേ. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഓപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്കത് ടേബിളിൽ നിന്നാണെങ്കിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇവിടെ സെലക്ട് ചെയ്യണോന്ന്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് അതുപോലെ ചെയ്യുന്നത് തന്നെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാനാണെങ്കിലും ഫോണിൽ ഇത് എടുത്താൽ മതി. എക്സൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഷീറ്റ് നേരെ എക്സൽ ഷീറ്റ്
നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയുള്ള ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് കൂട്ടി നോക്കാം. അപ്പൊ അത്രത്തോളം ഇത് ഡേറ്റ കൈകാര്യം ചെയ്യുന്നത് അത് ബിസിനസ് രംഗത്തൊക്കെ നമ്മൾ കൂടുതലും ഈ എക്സൽ ആണ് ഈ അവിടെ ഡേറ്റാസ് വിശകലനം ചെയ്യാനും അല്ലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉപയോഗിക്കണേ എന്നുള്ളത്. ഇനി ഹോസ്പിറ്റലില് ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽസ് എവിടേക്കാണ് ഇത് ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്നത്? എവിടേക്കാന്നുള്ള പേരുകളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്, ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. അല്ലെ, ഒരു ദിവസം തന്നെ എത്രയോ പേഷ്യൻസ് ആണ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതെല്ലാം ചെയ്യുന്ന എക്സൽ ഷീറ്റിലാണ്. നമുക്ക് എക്സൽ ഇത് ഷീറ്റില് ഓരോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ ഇങ്ങനെ നമുക്ക് എത്ര ഇത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാലോ. അവിടെ നമ്പർ ഓഫ് കോളംസ് റോയും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കാര്യങ്ങൾ വേണോ അത്രയും മാത്രം, അല്ലാതെ പ്രത്യേകിച്ച് ആ ഷീറ്റ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോളോ ടേബിളോ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവിടെ ആ ഷീറ്റ് അങ്ങനെ കിടക്കുകയാണ് ഓരോ ഷീറ്റ് എടുക്കുമ്പോ തന്നെ. പെട്ടെന്ന് നമുക്ക് എന്താ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ പറ്റും. അതിനകത്ത് രണ്ടാമത്തെ നമ്മള് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. ബഡ്ജറ്റുകള്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങള്, ഫിനാൻഷ്യൽ അനാലിസിസ്, ഇൻവെന്ററി മാനേജ്മെന്റ്, സ്റ്റോക്ക് മാനേജ്മെന്റ്. സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫാർമസിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നുകൾ കാര്യങ്ങൾ എത്രത്തോളം ഇതുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്താണ് എക്സെല്ലാം ചെയ്തു വെച്ചേക്കണേ. അപ്പൊ ആ ഫാർമസിയിലുള്ള മൊത്തം മരുന്നുകളുടെ ലിസ്റ്റ് എത്ര എണ്ണം വീതമുണ്ട്, ഏതാണ് ഇപ്പൊ സ്റ്റോക്ക് തീർന്നിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ആ ഷീറ്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റലിലെ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ 4 എണ്ണം പറയുന്നത് കേട്ടോ. ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്, then inventory management. Okay, first data management and analysis. Data management and analysis. FS Excel offers a strong tool for controlling and analyzing vast amount of data. Underline ചെയ്തു വെച്ച ഫസ്റ്റ് സെന്റൻസ് തന്നെ ഡേറ്റ എന്ന് അതിൽ കാണുവാണെങ്കിൽ നമുക്ക് വേഗം എക്സൽ ആണെന്ന് എഴുതാം. വേർഡ് ആണോ, പവർ പോയിന്റ് ആണോ, എക്സൽ ആണോ, ഡേറ്റ കാര്യങ്ങൾ കൈകാര്യം മാനേജ്മെന്റ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് എക്സൽ തന്നെയാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഓഫേഴ്സ് സ്ട്രോങ് ടൂൾ എന്തിനാ? ഫോർ കൺട്രോളിംഗ് ആൻഡ് അനാലിസിങ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ. പ്രധാനപ്പെട്ട അതിവിശാലമായിട്ടുള്ള ഡേറ്റാസ് കൺട്രോൾ ചെയ്യാൻ, വിശകലനം ചെയ്യാനൊക്കെയുള്ള ഒരു സ്ട്രോങ് ടൂൾ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസ് റെക്കോർഡ്സ്, ഹോസ്പിറ്റലിലെ റെക്കോർഡുകള്, പേഷ്യന്റ് ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ വിവരങ്ങള്, ഫിനാൻഷ്യൽ ഡേറ്റ, സാമ്പത്തികപരമായിട്ടുള്ള ഡേറ്റകള്, ഇൻവെന്ററി മാനേജ്മെന്റ്, അതായത് സ്റ്റോക്ക് മാനേജ്മെന്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി പ്ലാൻഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ എക്സൽ സ്പ്രെഡ്ഷീറ്റ്. കണ്ടോ, ഇതെല്ലാവരും നമുക്ക് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം? എവിടെ സ്റ്റോർ ചെയ്യാം? എക്സൽ ഷീറ്റില് നമുക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. ഓരോ ഷീറ്റുകളുണ്ട്. ഹോസ്പിറ്റൽ റെക്കോർഡുകളെ സംബന്ധിക്കുന്നതാണെങ്കിൽ അങ്ങനെ, പേഷ്യൻസിന്റെ വിവരങ്ങൾ ഉൾപ്പെടുന്നതാണെങ്കിൽ അങ്ങനെ, പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള ഡേറ്റ ആണ്, സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ്, ഇത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒരു നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ആസൂത്രണം ചെയ്യാനും ഈ സ്റ്റോർ ചെയ്യാനും എക്സൽ സ്പ്രെഡ്ഷീറ്റിലൂടെ സാധിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ എന്തൊക്കെയാണെന്നുള്ളത്. ഹോസ്പിറ്റൽ records, patient information, financial data, and the inventory management can all effectively planned and stored in dash. എവിടെ? എക്സൽ സ്പ്രെഡ്ഷീറ്റ്. എക്സലിന്റെ സ്പ്രെഡ്ഷീറ്റിൽ ഇത് ചെയ്യാൻ പറ്റും. The software functionalities like the sorting, അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ സോർട്ട് ചെയ്യാൻ, ഫിൽറ്റർ ചെയ്യാൻ, data validation makes us able to effectively find and analyze data, providing valuable insight
for decision making and resource allocation. നമുക്ക് ഡിസിഷൻ ഇപ്പൊ ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ട് എന്താണ് അതോടെ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെ ഒരു ഉൾക്കാഴ്ച തന്നെയാണ് വാല്യുബിൾ ഇൻസൈറ്റ് എന്തിന് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ഓരോന്നിലും വേണ്ട റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യേണ്ട അനുവദിക്കേണ്ട വിഭവങ്ങളെ കുറിച്ചുള്ള ഒരു തീരുമാനം ഒരു ഉൾക്കാഴ്ച നമുക്ക് എക്സൽ ഷീറ്റിലൂടെ കിട്ടും. ആ ഷീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ആ ഒരു ചെറിയ ഷീറ്റിൽ നിന്ന് കിട്ടും. എന്നുവെച്ചാൽ ഒത്തിരി വാരി വലിച്ച് എഴുതി വെച്ചിട്ടില്ലല്ലോ, അവിടെ ലിമിറ്റഡ് ആണ് അല്ലെ, കോളം റോയും ഒക്കെ ആയിട്ട് ലിമിറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെ, നല്ലൊരു ഉൾക്കാഴ്ച, അതിനനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാം അല്ലെ, റിസോഴ്സ് അനുവദിക്കാനും ഒക്കെ പറ്റും. ഇനി രണ്ടാമത്തെയാണ് പേഷ്യൻ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. Then patient scheduling and appointments. Excel can put in use to create appointments schedules. Patients in their appointments schedule ചെയ്യാൻ. Then track the patient appointments. Patients appointments track ചെയ്യാനായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എവിടെ വരെ എത്തി, അല്ലെങ്കിൽ നമുക്കത് എത്രാമത്തെ ആണ്, അല്ലെങ്കിൽ നമുക്കത് ഓർഡർ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ അവരെയൊക്കെ ഏറ്റുവിടുന്നത്. ഡോക്ടറിന്റെ അടുത്തേക്ക് ആണെങ്കിലും അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്ര വരെ എത്തി എന്നൊക്കെ ആണെങ്കിലും നമുക്ക് അത് നോക്കാൻ പറ്റും, പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓർഗനൈസ് ഡോക്ടേഴ്സ് ഷെഡ്യൂൾ. പിന്നെ അതുപോലെ ഡോക്ടർമാരുടെയും ഷെഡ്യൂൾ, അവരുടെ സർജറി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഷെഡ്യൂൾസ് ഉണ്ട്. എല്ലാ ദിവസവും എല്ലാ ഡോക്ടറും ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ ചിലപ്പോൾ പല ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും ഈ ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളുകൾ അറേഞ്ച് ചെയ്യാനൊക്കെ കൂടെ ഈ എക്സലിൽ കൂടെ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Excel can be put in use to create appointment schedules, track patients' appointments and organize doctors' schedules. Then അടുത്തതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. ബഡ്ജറ്റിംഗ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള വിശകലനം ചെയ്യാൻ. ബഡ്ജറ്റ് എത്രയാണ്, ഹോസ്പിറ്റലിന്റെ വരവുകൾ എത്രയുണ്ട്, അതിൽ ഓരോ ഇതിനു വേണ്ടി ചെലവായത് എത്രയുണ്ട്, അപ്പൊ ടോട്ടൽ നമ്മൾ സ്പെൻഡ് ചെയ്തത് എത്രയുണ്ട്, ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് എത്രയുണ്ട്, ലാഭം എത്രയുണ്ട് അല്ലെ, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. Excel calculations features and formulas make it a typical tool for budgeting and financial analysis in the hospital setting. അപ്പൊ ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് എക്സലിന്റെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഏത് ഫീച്ചറായി ഹെൽപ്പ് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് മേക്ക് അല്ലെ, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഓരോന്നിനും ഫോർമുലാസ് ഉണ്ട്. ആവറേജ് കാണാൻ, സം കാണാൻ, അതിന്റെ ഫോർമുല ജസ്റ്റ് നമ്മൾ അത് കൊടുത്ത് ഓട്ടോ സം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്ത സം അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോർമുല മേക്കിംഗ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതും, പിന്നെ നമുക്ക് വേണമെങ്കിലേ ഓരോ അതിന്റെ ആ എക്സലിന്റെ ആ ഷീറ്റിന്റെ ഓരോ ഇതിന് പറയുന്നത് ഓരോ ആ എന്താ പറയാ, നമുക്ക് ഈ ഒരു ചെറിയൊരു കോളം പോലെ ഇല്ലേ, അതിന് പറയുന്നതാട്ടോ സെല്ല് എന്ന് പറയുന്നത്. സെല്ല്. അപ്പൊ അതിനകത്ത് ഫോർമുലയിലാണെങ്കിലും നമുക്കിപ്പോ എത്ര നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത് ആ ഫോർമുല വെച്ചിട്ടാ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ കുഞ്ഞു കോളം കണ്ടില്ല ഓരോന്നും, അതിന്റെ സമ്മ കാണണമെങ്കിൽ നമുക്ക് സം എന്നുള്ളതിൽ വേണമെങ്കിൽ സെൽ 1 പ്ലസ് സെൽ 2, സെൽ എന്നുള്ളതിന് സി എന്നാണ് അത് വരുന്നത്. C1 plus C2 plus C3 ആ ഫോർമുല, അത് 3 കാണല്ലേ സമ്മിന്റെ ഫോർമുല. അതിനകത്ത് ഇത് ചെയ്തിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ഇട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരെ അതിന്റെ ആൻസർ നമുക്ക് എവിടെയാണോ ആൻസർ വരണ്ടേ അവിടെ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതാണ് പല ഫോർമുലാസും നമുക്കല്ലാതെ ഫോർമുല ഫുൾ ആയിട്ട് എങ്ങനെ എഴുതല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്പർ ആയിട്ട് കൊടുക്കണ്ട. അത് ആ സെല്ലുകളാ സെലക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ സെല്ല് 1ഉം സെൽ 2ഉം 2 നമ്പറുകൾ കൂട്ടണം. ഇപ്പൊ ഇവിടെ നോക്കിയേ, അതിനകത്ത് 157 600 ഇത് പ്ലസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് 157 അല്ലെങ്കിൽ 161 ഇതൊക്കെ നമുക്ക് അങ്ങനെ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽ 1 പ്ലസ് സെൽ 2 അങ്ങനെ കൊടുത്താൽ മതി. അത് രണ്ടും സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി വരും. നമ്മൾ സെല്ല് 1 ആണോ സെലക്ട് ചെയ്തത്, സെല്ല് 2 ആണോ സെലക്ട് ചെയ്തത്,
അല്ലെ? അപ്പൊ അത് ഏതാന്ന് വെച്ചാൽ അപ്പൊ ആ സെൽ 1 എന്നുള്ളടത്ത് ആ നമ്പർ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു കഴിഞ്ഞു. സെൽ 2 ആണ് ആ നമ്പർ വന്നു. പിന്നെ നമ്മൾ എൻ്റർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആൻസർ വരും. ഇതാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാനും അതുപോലെ ഫോർമുലാസ് മേക്കിംഗ്. ഓരോ ഇതുണ്ട്, അത് നിങ്ങൾക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ഏതാ ഫോർമുലാസ് എന്നുള്ള ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഏതാ നമുക്ക് കാണണ്ടേ ആ ഫോർമുല എടുത്തിട്ട് അവിടെ നമ്മൾ നേരെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആൻസർ അപ്പത്തേക്ക് നമുക്ക് വേഗത്തിൽ അവിടെ കിട്ടും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പറക്കി നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ആ രണ്ട് പ്രത്യേകതകളുമാണ് ഈ നമുക്ക് എക്സലിനെ, മൈക്രോസോഫ്റ്റ് എക്സലിനെ ബഡ്ജറ്റിംഗ് ഫിനാൻഷ്യൽ അനാലിസിസിൽ എന്താ പറയാ അതിനെ ഒരു ടിപ്പിക്കൽ ടൂൾ ആക്കുന്നത്. ആ ഫീച്ചർ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. കാൽക്കുലേഷൻ ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് മേക്സ്. ഫോർമുലകളുമാണ് കാൽക്കുലേഷൻ ചെയ്യാനുള്ളതും ഫോർമുലകളുമാണ് എക്സലിനെ എന്താക്കുന്നത്? ഒരു ടിപ്പിക്കൽ ടൂൾ ആക്കുന്നത്. എന്തിന്? ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്. By formatting spreadsheet for budget planning, expense tracking, revenue projection, and cost analysis, we can better handle finance. Then identify area of improvement. മെച്ചപ്പെടുത്തേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം. And make informed financial decision. അതിനാൽ ഒരു സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയും ഈ സ്പ്രെഡ്ഷീറ്റിലൂടെ. നമ്മൾ ആ സ്പ്രെഡ്ഷീറ്റിലൂടെ നമുക്ക് ബഡ്ജറ്റുകൾ പ്ലാൻ ചെയ്യാൻ, എക്സ്പെൻസുകൾ എത്രത്തോളം എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ, റവന്യൂ വരുമാനം, കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് അനലൈസ് ചെയ്യാനായിട്ട്, നമ്മൾ ഫിനാൻസുകൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഇംപ്രൂവ്മെന്റിനുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ, ആൻഡ് മേക്ക് ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഇൻവെന്ററി മാനേജ്മെന്റ്, സ്റ്റോക്ക് മാനേജ്മെന്റ്. Excel can be used to find and manage inventory. Underline ചെയ്തിട്ടെ. Excel can be used to find ചെയ്യുക, കണ്ടെത്തുക, മാനേജ് ചെയ്യുക. ഇൻവെന്ററികള് കണ്ടെത്താനും മാനേജ് ചെയ്യാനും സഹായിക്കും, എക്സല് സഹായിക്കും. Which includes, അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്. ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ സ്റ്റോക്കുകൾ എത്രത്തോളം മെഡിക്കൽ മെഡിസിൻസ് കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, എത്രത്തോളം എക്യുപ്മെന്റ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സിന്റെ എണ്ണം, കോസ്റ്റ്, ഇതൊക്കെ. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമസിയിലുള്ള മരുന്നുകൾ കാര്യങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും അതിന്റെയൊക്കെ സ്റ്റോക്ക് നമുക്ക് ഈ എക്സലില് കീപ്പ് ചെയ്യാൻ പറ്റും. By keeping correct record of stock level. കണ്ടോ, നമുക്ക് ഈ സ്റ്റോക്ക് ലെവലിന്റെ കറക്റ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യാം. എക്സ്പയറി ഡേറ്റ്സ്, ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റ്സ് നമുക്ക് അതിനകത്ത് ഇതാക്കാം. ആൻഡ് റീ ഓർഡറിംഗ് ത്രെഷ്ഹോൾഡ്സ്, റീ ഓർഡർ ചെയ്യാൻ പറ്റും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങള്. We can avoid scarcity or over stocking. സ്കേഴ്സിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ആ കറക്റ്റ് നമുക്ക് എപ്പോഴും നമുക്ക് ആ ഇത് നോക്കാൻ പറ്റും. നമുക്ക് അതിനകത്ത് അവിടുത്തെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കേഴ്സിറ്റി ഉള്ള മരുന്നുകൾ, കുറവായിട്ട് കാണാൻ വരുന്ന മരുന്നുകൾ ഏത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ. അല്ലാതെ അവിടെ നമുക്ക് മെഡിസിൻസ് പോയി തപ്പി കണ്ടുപിടിക്കൊന്നും വേണ്ട. അവിടെ ആ സിസ്റ്റത്തിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇന്ന മെഡിസിൻ പാരസെറ്റമോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഡിസിൻസ് അത് എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിക്കും. അവിടെ എത്ര ബോട്ടിലാണെങ്കിൽ എത്ര ബോട്ടിൽ ഉണ്ട്. അപ്പൊ അത് കുറവാണെങ്കിൽ നമുക്ക് എന്താ ആ സ്റ്റോക്ക് ലെവല് എത്രത്തോളം ഉണ്ട്, അത് സ്കേഴ്സിറ്റി ആണോ, കുറവാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അത് ഓർഡർ ചെയ്യണം. അല്ലെ? ആ മരുന്നുകള് നമുക്ക് മരുന്നുകൾക്കുള്ള പർച്ചേസ് ചെയ്യാനുള്ള ഇത് കൊടുക്കണം, പർച്ചേസ് ഓർഡർ നമ്മൾ അവിടെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഓവർ സ്റ്റോക്കിങ്, അമിതമായിട്ട് കൂടുതൽ സ്റ്റോക്ക് ഉള്ളത്, ഇതെല്ലാത്തിന്റെയും ഡേറ്റ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എക്സലിൽ കൂടെ എടുക്കാൻ പറ്റുന്നു. അത് നോക്കിയാൽ നമുക്കറിയാം. ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ കുറവ്. പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസസ് കോസ്റ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെലവുകൾ കുറയ്ക്കാനും പറ്റുന്നു. അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എക്സൽ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി. അതിനകത്ത് ഉൾപ്പെടുന്ന ഇൻവെന്ററിയിൽ വരുന്ന ഏതൊക്കെയാന്നുള്ളത് കേട്ടോ കൊടുത്തേക്കണേ. മെഡിക്കൽ സപ്ലൈകള്, എക്യുപ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽസ്. അത്
പിന്നെ ഇതൊക്കെ നമുക്ക് ഓരോന്നിന്റെയും റെക്കോർഡുകൾ, കറക്റ്റ് റെക്കോർഡുകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ലെവലിന്റെ റെക്കോർഡ്, എക്സ്പയറി ഡേറ്റ് കാണിക്കുന്ന അതിന്റെ ഓരോ മരുന്നുകൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്ന റെക്കോർഡുകൾ, റീഓർഡറിംഗ് ത്രെഷ്ഹോൾഡ്സ്, വി ക്യാൻ അവോയ്ഡ് സ്കേർസിറ്റി, ഓവർ സ്റ്റോക്കിംഗ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒപ്റ്റിമൈസ് നമ്മൾ ഉപയോഗത്തിൽ കൊണ്ടുവരാം. ഇൻവെന്ററി ടേൺ ഓവർ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇത്രയും ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. വേർഡ്, എക്സൽ, പവർപോയിന്റ്. ഇനി അടുത്തതാണ് ഇന്റർനെറ്റ് ആണ്. അടുത്തത് ഏതാ? ഇന്റർനെറ്റ്. നെറ്റ് അറിയാത്തവർ ആരും ഇല്ല അല്ലെ? എപ്പോഴും നമ്മുടെ ഫോണിലാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. എന്തിനാ നമുക്ക് ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്? നെറ്റ് എന്തിനാ? എന്താ ഈ നെറ്റ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? പല കാര്യങ്ങളും നമ്മള് ഇപ്പൊ ഗൂഗിള് അല്ലെ, ഇതൊക്കെ നമുക്ക് നെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടോ? നെറ്റ് ഇല്ലെങ്കിൽ? നെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലോബലി, ഒരു അന്താരാഷ്ട്ര തലത്തില് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണോ അല്ലെ, നമുക്ക് അതുപോലെ എന്താ നമ്മുടെ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്കത് അതിനുള്ള ഓർഡർ കാര്യങ്ങൾ കൊടുക്കാം. ഇപ്പൊ ക്യാഷ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആരും കയ്യിൽ കൊണ്ടുപോയിട്ടുള്ള ജിപേ ഒക്കെ മൊത്തം ചെയ്യണത് അല്ലെ? നമുക്ക് എന്താ പറയാ, നെറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം അല്ലെ, അതെന്താ, നമുക്ക് എല്ലാവരും ഗ്ലോബലി എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് has revolutionized the people way to connect and interact globally. Underline ചെയ്തോട്ടാ സെന്റൻസ്. റെവല്യൂഷണൈസ് എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ എന്താ പറയാ, അതിനൊരു പരിവർത്തനം വരുത്തുക. ഈ ഇന്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ വന്നതോടുകൂടി ആളുകളുടെ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതില്, ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ നമുക്കൊരു മാറ്റം വന്നില്ലേ? അടിയോടെ മാറ്റിമറിച്ചു. പണ്ട് നമ്മൾ ലെറ്റർ എഴുതണം, അല്ലെങ്കിൽ ഫോൺ വിളിക്കണം അല്ലെ, നമ്മള് സാധാ നമ്മൾക്ക് എന്താ പറയാ, ഇപ്പൊ അത് വേണ്ട, നമുക്ക് ഈ ഇപ്പൊ വീഡിയോ കോള്, ഇപ്പൊ നമ്മൾ ആരെയും മിസ് ചെയ്യണില്ല അല്ലെ? പണ്ടെന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നോ. ഇപ്പൊ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഫോണില് നമുക്ക് വാട്സപ്പിൽ കയറി വീഡിയോ കോൾ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ നേരെ കാണാൻ പറ്റൂലേ? പണ്ട് ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ? നമ്മള് അവരുടെ ജസ്റ്റ് ഫോണില് നമുക്ക് എന്താ, അതും ഫോൺ എന്ന് പറഞ്ഞാൽ സാധാ ടൈപ്പ് ഫോണൊക്കെ ആയിരുന്നു. ഇതുപോലെയുള്ള ടച്ച് ഫോണോ അല്ലെങ്കിൽ ഇത്രയും ഫെസിലിറ്റി ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഇന്റർനെറ്റിന്റെ ഉപയോഗം അല്ലെ, നമുക്കൊരു കമ്മ്യൂണിക്കേഷനില് നമ്മൾ ഇപ്പൊ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് നെറ്റ് എന്ന് പറയുന്നത് അല്ലെ. Okay, communicating through the internet has revolutionized the people's way to connect and interact globally. ആളുകളെ പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ, ബന്ധിപ്പിക്കുന്നതിന്, കണക്ട് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു മാർഗത്തെ തന്നെ ഇന്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ മാറ്റം വരുത്തി, അല്ലെങ്കിൽ പരിവർത്തനപ്പെടുത്തി. ഇപ്പൊ പണ്ടത്തെ രീതിയല്ല. നമുക്കിപ്പോ ഡയറക്റ്റ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കിപ്പോ നമ്മൾ കാണണം. മറ്റത് നമുക്ക് വീട്ടിലൊക്കെ എത്ര നാളൊക്കെ നമ്മളൊന്ന് പോണേ അല്ലെ, മാരേജ് ഒക്കെ കഴിഞ്ഞ്. ഇപ്പൊ അച്ഛനും അമ്മേനെ എന്ന് കാണാം, നമുക്ക് വിളിക്കാറില്ലേ വാട്സപ്പിലൊക്കെ വീഡിയോ കോള്? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മിസ് ചെയ്യണ്ടോ? പണ്ടൊക്കെ നമുക്ക് കാണണമെങ്കിൽ എന്തോ ഒരു കഷ്ടപ്പെട്ട് അവിടെ വരെ നമ്മള് അല്ലെ വണ്ടി വിളിച്ച് നമ്മൾ പോണായിരുന്നു കാണണമെങ്കിൽ. ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റും. എത്രത്തോളം അത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗം. It has opened up a multitude of meeting places for the quick and convenient. Convenient എന്ന് പറഞ്ഞാൽ സൗകര്യപ്രദമായ കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് വേഗത്തില് ഫാസ്റ്റില് അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ ക്ലിക്ക് മതി, അപ്പൊ തന്നെ നമുക്ക് ഇത് കിട്ടി അല്ലെ. ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ, വേഗതയേറിയതും അതുപോലെ സൗകര്യപ്രദമായിട്ടുള്ള ആശയവിനിമയത്തിനായിട്ട് ഇത് പലതരത്തിലുള്ള മീറ്റിംഗ് പ്ലേസുകള് ഈ ഇന്റർനെറ്റ് തുറന്നു തരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനില് പല ആസ്പെക്ട്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്.
താഴെ പറഞ്ഞേക്കണം നോക്കിയേ. ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ, അതിലുള്ള ചില വശങ്ങളാണ്. ഒന്നാമത്തെ ഇമെയിൽ. മെയിൽ ചെയ്യുക. എല്ലാവർക്കും ഇല്ലേ മെയിൽ ID? അല്ലെ? എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ അവരുടെ ആ മെയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെ? മെയിൽ ID എന്ന് പറയുന്നത്. ഇമെയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് vastly used method of internet communication. അണ്ടർലൈൻ ചെയ്തേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഏതാണ് ഏറ്റവും നമുക്ക് ഏറ്റവും സുപ്രധാനമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഇന്റർനെറ്റ് കൂടെയുള്ള ഒരു ഇന്റർനെറ്റ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമെയിൽ ആണ്. Dash is one of the most vastly used method of internet communication. Internet communication ഏറ്റവും ഒരു ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇമെയിലിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇമെയിൽ ഇറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ്. നമുക്ക് മെസ്സേജുകൾ അയക്കാനും റിസീവ് ചെയ്യാനും മെയിലിൽ കൂടെ പറ്റും. ഇമെയിലിൽ കൂടെ മെസ്സേജ് അയക്കാനും റിസീവ് ചെയ്യാനും പറ്റും. ഡോക്യുമെന്റ്സുകള് മൾട്ടിമീഡിയ കണ്ടന്റ് റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി. റാപ്പിഡ് ആയിട്ടും സെക്യൂർ ആയിട്ടും സുരക്ഷിതമായിട്ട്. ആ മെയിൽ ID കറക്റ്റ് ആ മെയിൽ ID അഴിച്ചോട് തയ്യാറാക്കണേക്ക് തന്നെയല്ലേ പോളൂ. വേറെ ഇതൊന്നുമില്ല. പെട്ടെന്നും സെക്യൂർ ആയിട്ടും. ഇമെയിൽ പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ ആൻഡ് അസിൻക്രോണസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വേഗത്തിലുള്ളതാട്ടോ. അസിൻക്രോണസ് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അസിൻക്രോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഫാസ്റ്റ്ലി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫ്ലെക്സിബിൾ ആണ്, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ഒത്തിരി വലിയ ബലമായിട്ടുള്ളതൊന്നുമില്ല. നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അസിൻക്രോണസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്ലി, flexible and a fast mode of communication, permitting individual and business to communicate effectively across different time zones. പല ടൈം സോണില് ബിസിനസ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഡോക്യുമെന്റ്സുകള്, മെസ്സേജുകള് ഇതൊക്കെ അയക്കാനും റിസീവ് ചെയ്യാനും ഒക്കെ ഇമെയിലിൽ കൂടെ പറ്റും. അവിടെ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. വൺ ഓഫ് ദ most vastly used method of internet communication. ഏതാ? ഇമെയിൽ. ഡാഷ് ഈസ് എന്ന് പറഞ്ഞാൽ അത് നോക്കുക. പിന്നെ അടുത്തതാണ് ഇമെയിൽ പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ ആൻഡ് അസിൻക്രോണസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. രണ്ട് സെന്റൻസ് അതിൽ നോക്കുക. ഇനിയുള്ളതൊക്കെ എളുപ്പം. ആദ്യത്തെ ആ ഇത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടല്ല. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന വീഡിയോ ആൻഡ് വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. കുറച്ചുകൂടി ഉള്ളൂ. 1 or 2 ക്ലാസ് കൊണ്ട് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 1 വേർഡ്സ് നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇതിനകത്തുനിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം ക്ലാസ് കഴിയുമ്പോ കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അവിടെ ഇന്റർനെറ്റില് ഇമെയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇമെയിൽ വരെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. താങ്ക് യു. വായിച്ചു നോക്കണം കേട്ടോ അതൊക്കെ. ശരി.